ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. സ്ഥലം ഞങ്ങളൊരു ടൂറിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് NP43 നിവിൻ പോളിയുടെ 43ാമത്തെ ചിത്രം, ഡിജോ ജോസ് ആന്റണി അതാണ് തോന്നുന്നു. എന്തായാലും ഡിജോ ആണ് സംവിധായകൻ, മാജിക് ഫ്രെയിംസ് ആണ്, ലെസ്റ്റിൻ സ്റ്റീഫനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെങ്കിലും നിവിൻ പോളി ഒന്ന് തിരിച്ചു വരുമോ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം തിരിച്ചു വരും എന്ന് പറയും, ഒരു തിരിച്ചുവരവില്ല, നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു പക്ഷെ കുറച്ച് പുറകിലേക്ക് പോയെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് നോക്കാം. എനിവേ, ഇതൊരു 6 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് ഒരു ഉദ്ദേശിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. NP43 റെഡി. പച്ചപ്പ് 1 മിനിറ്റ് പോലും. ഹലോ, ബ്രോ ഡിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്കാ ജിമ്മിലാ നമ്മുടെ ചേട്ടൻ വിളിക്കുന്നു. ലിസ്റ്റിനെ വിളിക്കുന്നുണ്ട്. എപ്പോ വിളിക്കാം? നീ ഏതായാലും കഴിഞ്ഞിട്ട് വിളിക്കാം ബ്രോ. ഓക്കെ. ഇവരൊരു പ്രൊമോ ടൈപ്പ് പരിപാടിയാണ് കേട്ടോ. അടിപൊളി വർക്കൗട്ടാ. മുടിയൊക്കെ വേറെന്തോ. പുള്ളിക്കാരൻ ഇപ്പുറത്തിരിക്കണം. എന്തൊക്കെയുണ്ട്? അധികം നേരമായി വന്നിട്ട്? ഇല്ല, ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. ഹെവി വർക്കൗട്ടായിരുന്നു. ബ്രോ വാ, പണിയുണ്ട്. കുറെ നേരമായി എന്നെ കൊണ്ട് പോകുന്നത്. ട്രെയിനറാ? ടയർഡായല്ലോ. ശരി, ഇതിനെ കഴിച്ചിട്ട് വന്നേ. ട്രെയിനിനെ കൊണ്ട് പഠിപ്പിക്കണം. സെറ്റോ എന്തിന്റെ? കോടതിയുടെ ഡയലോഗ് നല്ല തീപ്പൊരി ആയിരിക്കണം. ഇംഗ്ലീഷും തെലുങ്കും തമിഴും ഒക്കെ കൂട്ടിയാണ് നല്ല പൊളിയായിരിക്കണം. ബ്രോ, ഇത്തവണ കോടതിയില്ല. ഓ, കോടതി മറ്റേ സംഭവം. ഓ, മറ്റേതാണല്ലേ? ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു. കുറച്ച് ഐറ്റം പിടിക്കുന്ന ആലോചിക്കും. ബ്രോ, ഇതൊന്നുമല്ല ബ്രോ, ഇതൊരു പക്ക ലോക്കൽ പടം. പറഞ്ഞു വരുമ്പോ ഫ്രഷ് പൃഥ്വിരാജൻ. എന്റെ പൊന്നു ബ്രോ, ഫോണടിക്കല്ല ചേട്ടാ. സൗത്തിന്റെ സിനിമ വേറെ ആരുമില്ല. ശരിയല്ലേ? അതെനിക്കറിയാം. കാര്യം പറ. സ്ഥിരം പരിപാടിയാ മറ്റേ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിരകിദാര ഭൂമി വാട്ട ശാന്തത. ആൽപ്പറമ്പിൽ ഗോപി. ആൽപ്പറമ്പിൽ കൊള്ളാം. ഗോപി വേണ്ട. ജന്മിയാണോന്ന് വൈക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. കൊള്ളാം. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെണ്ണാണ്. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് ചോദിക്കാം. ഫോണടിക്കല്ല ചേട്ടാ. നൈസ്. ഓ, അതെ, ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ, നല്ല പൊളി വിളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡ് ആവും. ഓ, ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ഓക്കെ, തല്ലത് ശീലമായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. അതറിയണേ. അടിപൊളി. മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ ഇരിക്കല്ലേ? ഇല്ല ബ്രോ, പറയണ ആളോ. എന്റെ മോനെ പോളി കിട്ടോ. ഇവര് അത് അടിപൊളിയായിരിക്കും. പ്രണയം. അയ്യോ, ആരെ കൃഷ്ണ. അവന് വേണ്ടി
ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ്. അനശ്വരേ ലവ് യു കൃഷ്ണ. ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ. നല്ല മാസമാണ് മാസ്. മാസം ഉണ്ടോ? അനശ്വരനെ ഇവരെന്ത് സീനൊന്ന് കേട്ടു നോക്കി. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ എന്ന് ഡൗട്ട്. നേരത്തെ എവിടെയോ ഒരു മകൻ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. കോപ്പി. ഞാനൊരു പൊളിക്കൂടത് മുരുക മുരുക സൂപ്പർ ഹീറോ. സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. ഓ ഗോപിന്റെ ലുക്ക് ഒരു മാതിരി കള്ളനായല്ലോ. കള്ളം തന്നെയാണോ? അതെ. ഫ്രഷ് കളി. അപ്പൊ നമ്മള് ചെയ്യുന്നു. പൊളി. താങ്ക് യു ബ്രോ. പൊളി പൊളിച്ചടുക്കൾ ബ്രോ. അല്ല നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ എന്താണത്? മലയാളി ഫ്രം ഇന്ത്യ. ജേക്സ് ബിജോയ് പൊളി. ഹലോ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അയ്യോ, ഹലോ, ഇന്ത്യയാണോ ഭാരതം? അത് ബിജെപിന്റെ കൊലത്തില് നല്ലൊരു കൊട്ടിട്ടുണ്ട്. ഇന്ത്യയാണോ ഭാരതാണോ? നിവിൻസ് ബാക്ക്. എന്നിട്ട് തിരിഞ്ഞു നിൽക്കുന്നവന്റെ ബാക്ക്. ഡിജോ ജോസ് ആന്റണി. ആ പേര് തന്നെയാണ്. 2024. മലയാളം, തമിഴ്, കന്നഡ ഒന്നുമില്ല. ഓൺലി ഇൻ മലയാളം. ഈ ചേട്ടന്മാരൊക്കെ വണ്ടി എടുത്ത് എന്തിനും ചെയ്യാവോ? ഹായ്. പൊളി. സീരിയസ്ലി പൊളി. ചെറിയ ചെറിയ ചളികളും ഭയങ്കരമായിട്ടുള്ള രസമായിട്ട് സാധനം. പിന്നെ ഡിജോ ആണെന്നുള്ളത് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. ആദ്യം പറഞ്ഞ പോലെ എനിക്ക് എവിടെ കോർട്ട് ഇടും സെറ്റ് ഇടും ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അതെന്താ വെച്ചാൽ പൃഥ്വിരാജിന്റെ നമ്മുടെ ആ പടത്തിന്റെ പേരെന്തായിരുന്നു? അഭി പൃഥ്വിരാജ് വക്കീലായിട്ട് വന്ന് ജനഗണമനയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോ അല്ല, അതാണ് അവർ ഉദ്ദേശിച്ചത്. അതിനുശേഷം മേക്കിംഗ് അടിപൊളി, ഒരു രക്ഷ. നല്ല കോമഡി ആയിട്ട് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡിജോന്റെ പടം കൊണ്ട് എന്തെങ്കിലും അതിലുണ്ടാവും. ഈ തുടക്കം തന്നെ ശാന്തസുന്ദരമായ നാട് പറഞ്ഞിട്ട് ബോംബ് കൂട്ടുന്നതും അടിയും കലഹവും കാണിച്ചു തരുമ്പോൾ തന്നെ അതിൽ എന്തോ ഉണ്ടെന്ന് തോന്നി. നിവിൻ പോളി ഒരു പക്ഷേ സെയിം നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രമാണോ എന്ന് എനിക്ക് ആദ്യം തോന്നി. അതായത് ശാന്തസുന്ദരൻ എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ അതല്ല, ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിജോ, അതിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. പിന്നെ നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഭയങ്കര എന്താ പറയാ, ഫ്രഷ് എന്ന് പറയുന്ന രീതിയിൽ ഫ്രഷ് അല്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള വേറെയും കുറേ സാധനങ്ങളുണ്ട്. നല്ല ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് 6 മിനിറ്റിന്റെ അവരുടെ പ്രൊമോ പോലെ ചെയ്ത സാധനം തന്നെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. മിക്കവാറും സിനിമ വരുമ്പോൾ അടിപൊളിയായിരിക്കും. എനിക്ക് ആ നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ബാക്കും കാണിച്ചൊക്കെ നിൽക്കുന്ന സാധനം ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ അനശ്വരന്റെ കാര്യത്തിൽ ഞാൻ എന്താണ് അനശ്വരനൊക്കെ ഇവന്റെ നായികയായിട്ട് ഉള്ളിട്ടേക്കുന്നത് ഇരിക്കുന്നപ്പോൾ കറക്റ്റ് എനിക്ക് കല്യാണ പ്രായമുള്ള മുതുക്കാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം ഓക്കെ സെറ്റാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ധ്യാന് ഒന്നും പറയാനില്ല. ആ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് കരയുന്ന സാധനം കേട്ടില്ല. ഒരു പക്ഷേ ധ്യാനിന്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തോന്നുന്ന രീതിയിൽ പഴയകാല ധ്യാനിനെ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റി. ജസ്റ്റ് ഒരു 5-6 സെക്കൻഡിനുള്ളിൽ. സോ ആ ഒരു കോംബോ ഭയങ്കരമായിരിക്കും. എന്തായാലും റിയലി ഹാപ്പി. കാരണം നിവിൻ പോളിയുടെ നല്ലൊരു പടം കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഡിജോ ചെയ്യുന്നുള്ളത് കൊണ്ട് പ്രതീക്ഷ ഭയങ്കര ഹൈ ആണ്. ബാക്കി ഒന്നിലും, മാജിക് ഫ്രെയിംസിലോ നിവിനിലോ ഒന്നുമല്ല, ഡിജോയിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. പിന്നെ ഈ ഗ്ലിംസിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. മാത്രമല്ല അതുപോലെ തള്ളു എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുകളുടെ കോംബോയിൽ നല്ലൊരു സാധനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നിയുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കുറേ ചേട്ടന്മാരെ മുമ്പിൽ മാനം കെട്ടി ഹോണും അടിച്ച് കാറ്റും അടിച്ച് പാവം അഭി അത്രയും നേരം അത് പറയാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ക്യാമറ അവിടെ നിന്ന് പിന്നെ എവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ ചാര. ഞങ്ങൾ പോട്ടെ വീട്ടിലേക്ക്.